ഇവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്പുണ്ടല്ലോ, ചെറിയ കണ്ണമില്ലാത്ത കമ്പിട്ടടിക്കുന്നത് കണ്ടിട്ട്. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. നീ അവളുടെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ പറയും, ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെല്ല കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞായിരുന്നു. പിന്നീട് ഇവൾ അത് കൊടുത്തില്ല. എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അയൽവക്കക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളവിടെ പോവാറില്ല. നെടുമ്പങ്ങാട്ടെ 1.5 വയസ്സുകാരൻ്റെ മരണത്തിൽ പ്രതി അഷ്കറിൻ്റെ കുടുംബമാണ് നമുക്കൊപ്പമുള്ളത്. അഷ്കറിൻ്റെ ഉമ്മയും സഹോദരിയുമാണ് നമുക്കൊപ്പമുള്ളത്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം മുതൽ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. എന്താണ് അന്ന് അവിടെ സംഭവിച്ചത്? അഷ്കർ നേരത്തെ തന്നെ കുട്ടിയുമായിട്ട് 91 മുറിവുകളാണ് ഈ കുട്ടിയുടെ ദേഹത്തുള്ളത്. അപ്പോൾ കുട്ടിയെ മർദ്ദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ ആ സമയം വീട്ടിലുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങളുള്ള സമയത്തൊന്നും ഒരുപാട് മർദ്ദനങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ അവിടെ പെട്ടെന്നൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാട്ടോ, ക്ഷമിക്കണം. ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാൻ ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്, ചരുവിള ബേക്കറിയിലാണ്. അപ്പോൾ അവിടെ രാവിലെ ഇറങ്ങിപ്പോയാൽ ഞാൻ രാത്രിയാണ്. ചില ദിവസങ്ങളിൽ 9 മണിയും അല്ലെങ്കിൽ 8:30, 8 മണി കഴിയും. എന്തായാലും 8 മണി, എത്ര തിരക്കില്ലെങ്കിലും 8 മണി കഴിഞ്ഞാണ് വീട്ടിലെത്തുന്നത്. വരുമ്പോൾ കുട്ടി ചിലപ്പോൾ ഉറക്കമായിരിക്കും. ഇപ്പോൾ കുട്ടിയെ കാണാനുള്ള ഇതില്ല, ലൈറ്റ് പോലും ഇല്ല ആ റൂമിൽ. അപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട്, മോനെ നോക്കിയിട്ട് തിരിച്ച് പോയി ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി കുളിച്ച് ഭക്ഷണം കഴിച്ച് കിടക്കാറാണ്. അപ്പോൾ അതിനുള്ള ഈ മുറിവും കാര്യങ്ങളൊന്നും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. രാവിലെ പോകുന്ന സമയത്തും കതക് അടച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോഴും കുട്ടിയെ കാണാൻ എനിക്ക് കഴിയില്ല. വല്ലപ്പോഴും ലീവ് കിട്ടുന്ന സമയത്ത് ഇവരവിടെ കൂടുതലായിട്ട് ഉണ്ടാവാറില്ല. ഇവർ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ അവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ അറിയാം, ഇവരെപ്പോഴും കറക്കം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ മോനെ എൻ്റെ സഹോദരനും ഇവളും തന്നെയാണ് എപ്പോഴും കൊണ്ട് നടക്കാറുള്ളത്. കുട്ടിയെ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ കാണുന്നു എന്നുള്ളതല്ലാതെ കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഈ സംഭവം നടന്ന ശേഷം വീട് വൃത്തിയാക്കി അത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് അതിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വീട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അവിടെ നാട്ടുകാർ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ രാവിലെ കടയിൽ പോയതിന് ശേഷം അൻസർ എന്ന് പറയുന്ന വ്യക്തി വന്ന് എൻ്റെ നിന്ന കടയിൽ വന്ന് പറഞ്ഞിട്ട്, എടാ നീ വരുന്നില്ലേ, കൊച്ചിന് ഇതേപോലെ ശ്വാസമൊന്നും കിട്ടുന്നില്ല, മറിയ ഹോസ്പിറ്റലാണ്, നീ വരുന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ കൂടെയാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിലേക്ക് ഒരു 5 മണിയോട് കൂടി, കൃത്യമായിട്ട് സമയം അത് CCTV കടയിൽ നോക്കിയാൽ അറിയാം, കൃത്യമായിട്ട് അറിയില്ല, 5 മണിയോട് കൂടിയായിട്ടാണ് ഞാൻ മറിയ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് ഞാൻ ഓടി അകത്ത് നിന്ന് നോക്കിയപ്പോൾ എനിക്ക് കണ്ട കാഴ്ചയിൽ എനിക്ക് ഇപ്പോഴും കണ്ണിൽ സഹിക്കാൻ പറ്റാത്ത, കുട്ടിയെ തുണിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ കിടന്ന് അവരൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പിതുക്കുക, അടിക്കുക, കുത്തുക, എന്തൊക്കെയോ ചെയ്യുന്നു. കുട്ടിക്ക് ഒരു ബോധമില്ലാതെ വരെ ഒരു അവസ്ഥയിലാണ് കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കിൽ തന്നെ അവരെന്ത് പറയുന്നു എന്താണെന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. മരവിച്ചൊരവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞ് കുറേ അരമണിക്കൂറോളം മറിയ ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ അങ്ങനെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്ന് ആംബുലൻസിൽ എടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവ് തന്നെയാണ് ആംബുലൻസ് ഓടിച്ചിരുന്നത്. അന്നേരം സ്ഥിരമായിട്ട് ഇവിടെ ഉള്ള ആളെല്ലാം മലപ്പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്, വരുമ്പോഴൊക്കെ ആംബുലൻസിൽ പോകാറുണ്ട്. അങ്ങനെ അയാൾ വണ്ടി എടുത്തപ്പം എന്നെ കൂടെ വിളിച്ച് കയറ്റി എൻ്റെ കയ്യിൽ കുട്ടിയെ തന്നു. ഞാൻ കൊണ്ടുപോയി എന്നൊരു തെറ്റല്ലാതെ ഞാൻ ആ കുട്ടിയെ ഒന്നും ചെയ്തിട്ടില്ല. വരുന്നത് അവിടെ നിന്ന് മോർച്ചറിയിലാക്കിയതിന് ശേഷം മോർച്ചറിയിൽ നിന്ന് സ്റ്റേഷനുണ്ടല്ലോ, മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ട് മോർച്ചറിയിൽ കൊണ്ടാക്കിയ വണ്ടി അങ്ങ് പോയായിരുന്നു. അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനും അവിടെ എങ്ങനെ പോയി നിന്നു. സ്റ്റേഷനകത്ത് പോയി അകത്തോ പോയില്ല, വെളിയിൽ പോയി ഇങ്ങനെ ചാരി ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ട് ഒരു മേഡവും ഒരു പോലീസാണ് മന്ത്രി എന്തിനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് എനിക്ക് മറുപടി പറയാൻ പോലും അറിയില്ല. ഞാൻ പറഞ്ഞു കുട്ടി മരിച്ചതിൻ്റെ ആണ്. അപ്പോൾ ഏത് കുട്ടി എന്താ അവർക്കറിയില്ലല്ലോ, ഏത് കുട്ടി. ഞാൻ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ മോർച്ചിലാക്കിയിട്ട് അവർ കൊണ്ടാക്കി, ആരും കൊണ്ടാക്കി. അപ്പോൾ എനിക്ക് മറുപടി പറയാം. ഞാൻ അങ്ങനെ ലാസ്റ്റ് സഹോദരൻ മുറ്റത്ത് നിൽക്കുന്നുണ്ടോ, ഞാൻ അവനെ കാണിച്ചിട്ട് അവൻ്റെ കൂടെ വന്നാൽ. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇതേപോലെ എൻ്റെ കുട്ടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ അടുത്തും അങ്ങനെ തന്നെ പറഞ്ഞത്, തൊണ്ടയിൽ ഭക്ഷണം പോയിട്ട് അങ്ങനെയല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു, പെട്ടെന്ന് ഛർദ്ദിച്ചു, മൂക്കിലും വായിക്കൂടെയൊക്കെ ഭക്ഷണങ്ങൾ വന്നു. ഞാൻ മൂക്കിൽ ഉറിഞ്ചി കളഞ്ഞു, വായിൽ നിന്ന് കൈ കൊണ്ട് തോണ്ടിക്കളഞ്ഞു. എന്നിട്ട് അനക്കമില്ലാതായപ്പം അളിയനെ വിളിച്ചു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് എൻ്റെ അടുത്തും പറഞ്ഞത്. അവരിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു, അവൻ പറഞ്ഞതിന് ശേഷം അപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, ഇവിടെ അവർ പറഞ്ഞറിയിച്ചിട്ട് പോയില്ല, നിങ്ങൾ പൊക്കോളൂ, നെടുമങ്ങാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടാൽ എന്ന് പറഞ്ഞു. കുറച്ച് നേരം അവിടെ നിന്ന് അവൻ ആരൊക്കെയോ വിളിച്ചു, ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല, അതിനുള്ള മാനസികാവസ്ഥയല്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നടന്നു പോകണം, ആട്ടോ വിളിക്കണമെന്നിട്ട്
ഞാൻ പറഞ്ഞു നടന്ന് പോവാം. ഞാൻ അങ്ങ് കൈ കാണിച്ചു, നടന്ന് പോകുന്ന പറഞ്ഞാൽ ഇങ്ങനെ കൈ കാണിച്ചു. ഞാനിങ്ങനെ പോയി, അവൻ്റെ കൂടെ വന്നു. അവിടെ റോഡിലൊക്കെ ഇവൻ എന്നെ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഞാനും കൂടെ അങ്ങ് പോയി. അത്ര തന്നെ, ബോധമൊന്നും ഉണ്ടായില്ല, കൂടെ അങ്ങ് പോയി. ഒരു കുട്ടിയല്ലേ, അവൾ കണ്ട് കുറച്ച് നാളല്ലെങ്കിലും നല്ല പരിചയം, എൻ്റെ അടുത്ത് വലിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ കുട്ടി അഷ്റഫ് അടിക്കാറുണ്ട് എന്ന് പറയുന്നതും ഈ 91 മുറിവുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ല? കുട്ടിയെ കൂടുതലായിട്ട് അങ്ങനെ അടിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒന്നിച്ചല്ലായിരുന്നു നിങ്ങൾ 3 പേരും ഒന്നിച്ചായിരുന്നില്ല? ആ നെല്ലിക്കുന്ന് എന്നുള്ള സ്ഥലത്ത് ആ വാടക വീട്ടിൽ നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നു താമസം? അതെ, ഇവൻ ചെറിയ നുള്ളു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ചെറിയ കമ്പുണ്ടല്ലോ, ചെറിയ കഠിനമില്ലാത്ത കമ്പിട്ടടിക്കുന്നത് കണ്ടിട്ട്. അപ്പോഴൊക്കെ ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട് ഇവനെ. ചെറിയ കമ്പിട്ടടിക്കുമ്പോൾ എങ്ങനെയാണ് 91 മുറിവും? അത് വലിയ ആ മുറിവിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഇതേ കണ്ട കാര്യമല്ലേ ഞങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ. വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യരുത്, കുഞ്ഞു കുട്ടിയാണ്, നീ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം അവനില്ല. ഒരു 3 വയസ്സോ 4 വയസ്സോ ആകുമ്പോൾ ചിലപ്പോൾ നീ പറയുന്ന മനസ്സിലാക്കും. അതുവരെ നിനക്ക് നോക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നീ അവളുടെ ആളുകൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പറയും, ഞാനും ഉമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവളെല്ല കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവർ ഏറ്റെടുക്കാമെന്നും പറഞ്ഞായിരുന്നു. പിന്നീട് ഇവൾ അത് കൊടുത്തില്ല. എന്ത് കാരണമെന്ന് ഞങ്ങൾക്കറിയില്ല. അവൾ കൊടുക്കാന്ന് പറഞ്ഞു, കൊടുത്തില്ല. അവളാ കൊടുക്കാത്തത്, അവൾ കൊടുത്തിട്ടില്ല. കൊടുത്തിരുന്ന ഒരു പക്ഷേ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടാവുമായിരുന്നു. അഷ്റഫ് ഈ കുട്ടിയെ അടിച്ചതിനോടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കാരണം ഒരു കുഞ്ഞു കുട്ടിക്ക് 91 മുറിവുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും യോജിക്കില്ല. ഞങ്ങൾ കണ്ടിട്ടുമില്ല, ഇത്രയും വലിയ ഉപദ്രവങ്ങളൊക്കെ ചെയ്തു എന്ന് ഇവൻ പറയുമ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഈ 91 തവണ ഈ കുട്ടിയെ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അഷ്കർ. ഇല്ല, ഞാൻ ഈ വീട്ടിലാണ്. ഇടയ്ക്ക് ഞാൻ പോവും, മോളെ വീട്ടിൽ പോവും, 1-2 ദിവസം നിൽക്കും. ഞാൻ തിരിച്ച് വീട്ടിൽ ഇനി വരും. അതാണ് സാധാരണ ഉള്ളത്. അവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അത് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ തിരിച്ചെത്തും. അഖിലയും എൻ്റെ മോൻ സ്ഥിരം അവിടെ കാണില്ല. അവൻ തമിഴ്നാട്ടിൽ പരിപാടിക്കും ഒക്കെ പറഞ്ഞ് ഓട്ടം പോകും. പിന്നെ ഉള്ളത് മോള് കടയിൽ പോകും. പിന്നീടുള്ളത് എൻ്റെ 2 ചെറുമക്കളും അഖിലയും മോനുമാണ് ഉള്ളത്. അവർ 3 പേരാണ് ഉള്ളത്. പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് ഞാൻ പിന്നെയും തിരിച്ച് അവിടെ എൻ്റെ മോളെ വീട്ടിലെത്തണത്. വീട്ടിൽ പോയി അവിടെ ചെന്ന് തലേ ദിവസം മോൾക്ക് വന്ന മരുമോനുണ്ടായിരുന്നു. മരുമോന് ഇറച്ചിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്ന് അതെല്ലാം കറിയും വെച്ച് ഞാനും എൻ്റെ മരുമോനും കൂടെ തന്നെ വീടെല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടപ്പോൾ ഞാൻ അഖിലേരയിൽ പറയുകയാണ്, നീ നാളെ പെരുന്നാളാണ്, നീ എവിടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, മാമി പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പരിപാടിയുണ്ട്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് പോകണമെന്നായിട്ട്. അപ്പോൾ തമിഴ്നാട്ടിലാണ് പരിപാടി, എന്നെ ചെല്ലാൻ പറഞ്ഞു. എത്ര മണിയാകുമ്പോൾ നിനക്ക് പോകണം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ നിന്നുകൊണ്ട് പറഞ്ഞു 11 മണിയാകുമ്പോൾ ട്രെയിനിൽ എത്താൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൾ ഇറങ്ങിപ്പോയി ബാഗിലെ സാധനങ്ങൾ എല്ലാം വാരി വെച്ചപ്പോൾ ഞാൻ ഒരു തവണയല്ല പല തവണ ഇവളയിൽ പറഞ്ഞു. ഒരു പ്രാവശ്യമല്ല, പല തവണ ഞാൻ ഇവളയിൽ പറഞ്ഞു. കുട്ടിക്ക് പനിയായിരുന്നു, ഒരാഴ്ച കൊണ്ട് ഈ കൊച്ചിന് പനിയായിരുന്നു. അപ്പോഴും ഞാൻ ഇവളയിൽ പറഞ്ഞായിരുന്നു, അഖിലേ നീ കൊച്ചിനെ ഇവിടെ ആക്കിയിട്ട് പോകരുത്, നീ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയിട്ട് നീ കൂടെ കൊണ്ടുപോ എന്ന് ഞാൻ ഇവളയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവളെ എൻ്റെ പറഞ്ഞു, എൻ്റെ പൈസ ഇല്ല മാമി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മോളയിൽ വിളിച്ചിട്ട് പറഞ്ഞു, എടി അശ്വരിവ, ഇതേപോലെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലെന്ന് പറയണം മക്കളെ, നിൻ്റെ പൈസ ഉണ്ടെങ്കിൽ കൊടുന്ന് പറഞ്ഞു. അപ്പോൾ ഇവളെന്ത് ചെയ്തു, ഇവളെ ഭർത്താവിൻ്റെ പറഞ്ഞു 500 രൂപ ഉണ്ടെങ്കിൽ ഇക്ക കൊടുന്ന് പറഞ്ഞ് ആ 500 രൂപയും കൊടുത്ത് ഈ കൊച്ചിനെ ഇവൾ ഒരുക്കിയെടുത്ത് കൊണ്ട് മേലെ കയറി പോണത് ഞാൻ കണ്ട്. ഞാൻ നിന്നപ്പോയിരുന്നു ഈ കൊച്ചിനെ ഒരുക്കിയെടുത്ത് കൊണ്ട് മേലെ കയറിപ്പോയത്. പോയിട്ട് തിരിച്ച് രാത്രി വന്നപ്പോൾ ഈ അഷ്കർ, എൻ്റെ മോൻ അഷ്കർ രാത്രി ഈ ഇതൊരു ടെമ്പോ ഉണ്ട്, അവന് ടെമ്പോയ്ക്ക് വർക്കിനെന്നും പറഞ്ഞുകൊണ്ട് ഇവൻ വേറൊരു കിളിച്ചെറുക്കനെയും കൊണ്ട് പാലോട് എവിടെ പോയിട്ട് രാത്രി 3 മണി കഴിഞ്ഞ് 3-4 മണിയായി. വന്നപ്പോഴാണ് ഈ കൊച്ചു കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവൻ അവിടെ ഇല്ല. പിന്നെ ഇവൻ ഇവിടെ പോകണമെന്നും പറഞ്ഞിട്ട് പോയി, പാലോട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് പിന്നെ പോയിട്ട് പറഞ്ഞപ്പോൾ ഈ പോകുമ്പോൾ അത്രയും കൊച്ചിനെ കൊണ്ടുപോകണം. അപ്പം ഞാൻ അഖിലേരിൽ പറയാണ്, വയസ്സായ ഞാനാണ്, എനിക്ക് ആസ്മയുടെ അസുഖം ഉള്ളതാണ്. ആസ്മയുടെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ കുട്ടിയെ നോക്കാൻ പറ്റില്ല. നീ ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് പോയി, പെട്ടെന്ന് വിടുന്ന പനിയൊക്കെയാണ്, ഇപ്പോഴത്തെ പനി അങ്ങനെയാണ്, എന്തെങ്കിലും സംഭവിച്ച് എനിക്ക് പറ്റൂല, എനിക്ക് ജയിലിൽ കയറാൻ വയ്യ എന്ന് ഞാൻ ഇവളെ പറഞ്ഞ് ഈ കൊച്ച് ഇവളെ ഒരുക്കി എടുത്ത് ഇവളെ കൊണ്ടുപോയതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ്റെ കയ്യിൽ കൊടുത്തെന്ന് കേട്ടാൽ
എനിക്കറിഞ്ഞൂടാ. പിന്നെ ഈ കൊച്ചിനെ അഷ്കറിൻ്റെ കയ്യിൽ കൊടുക്കാതിരുന്നത് അടിക്കുമെന്ന് അമ്മയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ്. ആർക്ക് ഈ അടിക്കുമെന്ന് അറിയാം, എങ്കിലും കൊച്ച് കമ്പൊക്കെ വെച്ച് അടിക്കുമ്പോൾ ഞാൻ എൻ്റെ മോനോട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അത് ഇവൻ മാത്രമല്ല അടിക്കണത്, അഖിലയും അടിക്കാറുണ്ട്. അത് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇളിക്ക് താഴോട്ടാണ് അടിക്കുന്നത്. അടിക്കുകയും പിക്കുകയും നുള്ളയും ഒക്കെ ചെയ്യും. നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇത് ചെറിയ കമ്പ് ഒടിച്ച് അടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ഒരു മാസത്തിനിടെ കൊച്ചിന് 91 മുറിപ്പാടുകളാണുള്ളത്. അത് ചെറിയ കമ്പ് വെച്ച് അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് എനിക്കറിയില്ല മോനെ. ഞാൻ വീട്ടിലല്ലായിരുന്നു, നിങ്ങൾ 3 പേരും ആ വീട്ടിലെല്ലാം ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ആ വീട്ടിൽ സംഭവം തുടങ്ങി ചോറ് വാരി കൊടുത്തപ്പോൾ കൊച്ച് ബഹളം ഉണ്ടാക്കി അടിച്ചു എന്നുള്ളതായിരുന്നു ആദ്യം വന്നത്. പിന്നെ നെഞ്ചിൽ ചവിട്ടായി, വാരിയെല്ലിൽ വരെ 4 ഒടിവുണ്ട്, 91 മുറിവെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഭീകരത മനസ്സിലാവും. മോനെ ഞാൻ ആ വീട്ടിലല്ല, ഇവിടെ ആരടുത്ത് തിരക്കിയാലും അറിയാം. ഞാൻ പെരുന്നാളിൻ്റെ തലേദിവസം ഇവിടെ നിന്ന് പോകുന്നത് കണ്ടവരുണ്ട്. ഈ വീട്ടിലാണ് ഞാൻ സ്ഥിരം താമസിക്കുന്നത്, അല്ലാതെ എൻ്റെ മോളെ കൂടെയും മോൻ്റെ കൂടെയും അല്ല. ഞാൻ വല്ലപ്പോഴാ പോയി അവിടെ നിൽക്കുമേ ഉള്ളൂ. അതേ ഈ സംഭവം നടക്കുന്ന അന്ന്, ഈ കുട്ടി മരിക്കുന്നതിൻ്റെ അന്ന് അവിടെ അഷ്കർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അഷ്കറും ഉണ്ടായിരുന്നു. എൻ്റെ മരുമോൻ പനവൂര് ആംബുലൻസിലായിരുന്നു. ഞാനും എൻ്റെ മോൾ 2 ചെറുമക്കളുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് സ്കൂളിൽ സാധനം വാങ്ങിക്കാനെന്നും പറഞ്ഞ് ഞങ്ങൾ നെടുമങ്ങാട് പോയായിരുന്നു. നെടുമങ്ങാട് പോയിട്ട് ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയി. ഞാനും എൻ്റെ മക്കളും കൂടെ വിഴിഞ്ഞത്ത് പോയി. വിഴിഞ്ഞത്ത് മുഹീദ്ദീൻ പള്ളിയിൽ പോയി, പെരുന്നാളല്ലേ, പള്ളിയിൽ പോയി. ഞങ്ങൾ പള്ളിയിലൊക്കെ കയറിയിട്ട് തിരിച്ച് ഞങ്ങൾ നെടുമങ്ങാട് എത്താറായപ്പോഴാണ് ഈ ഫോൺ വരണത്. എൻ്റെ മരുമോൻ വിളിച്ചിട്ട് പറയണേ, ഇതേപോലെ ചെറുക്കന് വയ്യ, ആശുപത്രി കൊണ്ടുപോയേക്കാണ്, മറിയത്തിൽ പോയേക്കാണ്, നിങ്ങൾ എവിടെ എത്തിയെന്നിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നെടുമങ്ങാട് എത്തിയെന്ന് പറഞ്ഞു. എന്ന് നിങ്ങൾ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനങ്ങനെ എന്ത് ചെയ്ത് ആ നെടുമങ്ങാടുന്ന് ഈ ബസ് ആറ്റുംപുറം ബസ്സിൽ കയറി ഞാൻ ആറ്റുംപുറത്ത് വന്ന് ചുള്ളിമാനൂരെത്തുമ്പോൾ എൻ്റെ മോൾ എന്നെ പിന്നും വിളിച്ചിട്ടായിട്ട് ഉമ്മ നിങ്ങൾ എവിടെ എത്തിയെന്നായിട്ട്. ഞാൻ പറയും മക്കളെ ചുള്ളിമാനൂർ എത്താറായി എന്ന് പറഞ്ഞു. എന്ന് കേട്ടപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉമ്മ നിങ്ങൾ എന്തായാലും ഇങ്ങനെ വരയില്ല ചെയ്യണം, വന്നിട്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞ്. നേരെ ഞാൻ വന്ന് കരിക്കുഴി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇവൾ നിന്ന കടയിൽ ഞാൻ കേൾക്കും അഷ്രിഫ എവിടെ എന്ന് ചോദിച്ചു ഓണറുടെ അടുത്ത്. അപ്പോൾ പറയും മോളെ ഇപ്പം വന്ന് അഷ്രിഫ് പോയല്ല, അഷ്രിഫായെ വിളിച്ചുകൊണ്ട് പോയി, ആംബുലൻസിൽ വന്ന് കൊച്ചിനെയും കൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴൊരു അൻസർ ഇവളെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞ് ആ പയ്യൻ അവിടെ നിൽക്കുകയായിരുന്നു, അവനും വേറൊരു പയ്യനും കൂടെ നിന്നിട്ട് പറഞ്ഞു. അവൻ ഓടി എൻ്റെ അടുത്ത് വന്ന്, അപ്പോൾ അവർ മാത്രമല്ല 4-5 ആൾക്കാരുണ്ടായിരുന്നു. ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മാമി കൊച്ചിന് ഭയങ്കര സീരിയസ് ആണ്, അവർ ഇവിടെ മറിയത്തിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ പോയേക്കാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ച് എങ്ങനെ പോനെ, എനിക്ക് ഈ രാത്രി അങ്ങോട്ട് പോകാനൊന്നും അറിഞ്ഞൂടല്ലേ, ഞാൻ ഈ കുട്ടികളെ കൊണ്ട് എങ്ങനെ ഞാൻ പോവും എന്ന് കേട്ട്. അപ്പോൾ ആ ബസ് ഒരു 5:30-5:45 ആകുമ്പോഴാണെന്ന് തോന്നുന്നു അവിടെ വരണത്. ആ ബസ് ഞാൻ അവിടെ സ്ഥിര യാത്രക്കാരല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ആ ബസ്സിലാണ് വന്നിറങ്ങി. അപ്പോൾ എങ്ങനെ ഞാൻ പോവും എന്ന് ചോദിച്ച്. അപ്പോൾ ആൻസർ എൻ്റെ കയ്യിൽ പറഞ്ഞ് എന്നിട്ട് ഞാൻ ഇവൻ്റെ കയ്യിൽ പറയണേ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവും മക്കളെ, ഇനിയിപ്പോൾ എന്തൊരു ചെയ്യും, ഞാൻ അവിടെ ചെന്ന് ഇറങ്ങിയാലും ഞാൻ എങ്ങനെ അവരെ വിളിക്കും, അവരെവിടെയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാക്കും, മോനെ അറിയാമോ ആൻസറേ, നിനക്കറിയാമോ മോനെ എന്ന് കേട്ട്. അപ്പോൾ ഇവൻ എൻ്റെ കയ്യിൽ പറയും മാമി ഒരു കാര്യം ചെയ്യും, വീട്ടിൽ പോയി ഈ ഫോണൊന്ന് ചാർജിൽ ചെയ്ത് ഈ കുട്ടികളെ 2-നെയും നിങ്ങളൊന്ന് വൃത്തിയാക്കി ഒന്ന് എടുത്ത് കുളിച്ച് വീടും ഒന്ന് വൃത്തിയാക്കി ഇട്ടിട്ട് നിങ്ങളവിടെ നിൽക്കി, ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞു. വന്ന് നിങ്ങളെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പം കാണുന്ന വേറെ ഒന്നും കാണുന്നില്ല. അഖിലേരെ ഒരു ഷർട്ട് കയറി പോണ പടിയുടെ അവിടെ, ഇങ്ങനെ കയറി വരുന്ന പടിയുടെ അവിടെ നനഞ്ഞ ഇതിൽ കിടപ്പുന്നുണ്ട്, ചുരുട്ടി ഇട്ടേക്കണം. അതിൽ അവിടെ ഇവിടെയായിട്ടും 2-3 ചോറ് കിടപ്പുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇളയ ചെറുകുട്ടി അതിലേക്കൂടെ ഓടിക്കൊണ്ട് നടന്നപ്പം അങ്ങനെ ഓടിക്കൊണ്ട് നിന്നപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വീട്ടിൻ്റെ ഓണർ വന്നായിരുന്നു. വീട്ടിൻ്റെ ഓണർ വന്നിട്ട് ഇങ്ങനെ എല്ലായിടവും നോക്കിയിട്ട് ആദ്യം അവർ വഴക്ക് പറഞ്ഞത് ഈ ഫ്ലഗിൽ 2 കൊതുതിരീര കമ്പെടുത്ത് കൊരുത്ത് വെച്ചിട്ടായിരുന്നു ഇവർ TV കാണണത്. TV-യുടെ വയർ ഇല്ലാത്തതുകൊണ്ട്, അതിൽ ഫ്ലഗ് ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഓണർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും ഇതെന്തിനാണ്, നിങ്ങൾക്ക് വാടകയ്ക്ക് തന്നേലേ, നിങ്ങളെന്തിനും ഇങ്ങനെ ഇതൊക്കെ ചെയ്യണത്, അത് ഫ്ലഗിൽ ഇത് കറണ്ടൊക്കെ കയ്യിൽ കുത്തി അതൊക്കെ നശിച്ചു പോയി എന്ത് ചെയ്യും, നിങ്ങൾ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുള്ളതല്ലേ, നിങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് കേട്ട്. എനിക്കത് അറിഞ്ഞൂടല്ലേ മക്കളെ. ഈ കുട്ടി ചോറ് കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയം അറിയില്ല, ഈ കുട്ടി മരിച്ചതായിട്ട് ഞാൻ അറിയണില്ലല്ലേ. കുട്ടിക്ക് വയ്യ, ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ എത്തി എന്നുള്ളതേ എനിക്കറിയാം. ചോറാണ് കണ്ടത്, ചോറും പച്ചവെള്ളവും, വെറും വെള്ളം പോലെ വെള്ളവും ചോറും, അത് തോനെയൊന്നുമില്ല, എരി പോലെയൊന്നും ഇല്ല, വെറും അവിടെയും ഇവിടെയായിട്ട് 1-2 ചോറ്,
പിന്നെ അടുക്കളയിൽ ഞാൻ എന്തൊരു ഇത് വാരി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്ന് വെളിയിൽ കൊണ്ടുവന്ന് അതിപ്പോഴും ആ ബക്കറ്റ് അവിടെ തന്നെ ഉണ്ട്. ആ ഒരു ഷർട്ട് ഉണ്ടായിരുന്നു, അതിങ്ങനെ തുടച്ചെടുത്ത് കൊണ്ടുവന്ന വെളിയിലൊരു വിറവിൻ്റെ പുറത്തൊരു ബക്കറ്റ് ഇരിപ്പുണ്ട്. ഈ കൊച്ചിൻ്റെ ഈ മരിച്ചുപോയ കൊച്ചിൻ്റെ തുണികൾ അവൻ്റെ അമ്മ വാരി വിറവിൽ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് പരിപാടിക്ക് പോയത്. കഴുകാൻ ഇറങ്ങിയിട്ട് കഴുകാതെ പോയ ആ തുണിയുടെ കൂടെ ഈ അഖിലേറെ ഷർട്ടും കൂടെ എടുത്ത് അവിടെ കൊണ്ടുവന്ന് വെച്ച് ഞാൻ. അതേപോലെ സാറന്മാർ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞ് അതെവിടെയാണ് നിങ്ങൾ വെച്ചതെന്ന് കേട്ട് ഞാൻ പോലീസ് വന്നപ്പോൾ അത് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്ത് ഞാൻ തന്നെയാണ് സഞ്ചി എടുത്ത് കൊടുത്ത് അത് പിടിച്ചു കൊടുത്ത് എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ ചോദിച്ച് ഇവിടെ വേറെ എന്തോരം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അടുപ്പിൻ്റെ പുറത്ത് ഇത്തിരി ചോറ് വാരി കൊച്ചിന് ഇട്ടിട്ട് ചോറ് ഇറച്ചിയും കൂടെ കൊടുത്തതിൻ്റെ ബാക്കി കൊച്ചിന് കൊടുത്തോ കൊടുത്തില്ലേന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. നടുക്കുന്നിങ്ങനെ ഇറച്ചി കറിയും കൂട്ടി ഒരു 2-3 പ്രാവശ്യം ചോറ് വാരിയിട്ട് ആ ചോറ് അടുപ്പിൻ്റെ പുറത്തുണ്ടായിരുന്നു, പ്ലേറ്റും ചോറും. അപ്പോൾ ഞാൻ അതിനെ മാത്രം അതൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. അതും എടുത്ത് ഞാൻ അത് മുറ്റത്തോട്ട് പൂച്ചയ്ക്ക് ഇട്ട് കൊടുത്ത് ഇതിനെ എടുത്ത് ഞാൻ അവിടെ കൊണ്ടിട്ട് ഇത് ഇത്രയാണ് ഞാൻ ചെയ്ത. ഈ ആദ്യ ഭാര്യ, അതായത് അഷ്കറിൻ്റെ ആദ്യ ഭാര്യ ഇതേപോലെ ക്രൂരമായി മർദ്ദിച്ച് കോമയിലേക്ക് ആക്കിയിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് നിങ്ങൾക്കതിൽ പങ്കുണ്ടെന്നൊക്കെയാണ്. അതിനോട് എന്താ പറയാനുള്ളത്? ഈ അഷ്കർ ഇത്തരത്തിൽ എല്ലാവരും മർദ്ദിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണെന്ന് പോലീസും പറയുന്നുണ്ട്. അത് എനിക്ക് പറയാൻ എൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്കറിയില്ല. ഈ നാട്ടിലായിരുന്നു അവൻ. ഈ നാട്ടിൽ കല്യാണം കഴിയുന്നവർ ഇവനെക്കുറിച്ച് ഇവിടെ തിരക്കിയാൽ ഇപ്പം എങ്ങനത്തെ അവസ്ഥയാണ് പറയണതെന്ന് അറിയില്ല. അവൻ കല്യാണത്തിന് മുമ്പേ ഇവിടെ നല്ലതുപോലെയായിരുന്നു പോയിരുന്നതും വിളമ്പിനും എല്ലാത്തിനും പോയി പത്രം ഇടാനും എല്ലാത്തിനും നല്ല കുട്ടിയായിട്ടായിരുന്നു നിന്നത്. ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നിട്ട് ഇവൻ സ്വയബോധത്തോടെയാണോ അത് ചെയ്യുന്നത്, അതാ ഇവന് മാനസികമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും എനിക്കറിയില്ല. പക്ഷേ അന്ന് കല്യാണം കഴിക്കുമ്പോൾ ആ കൊച്ചിന് 18 വയസ്സെന്തോ തികഞ്ഞേ ഉള്ളൂ. ആ സമയത്ത് ആ കുട്ടിയെ തല ഭിത്തിയിൽ വെച്ച് ഇടിക്കുന്നു, 2 ചെവിയും പൊത്തി അടിക്കുന്നു, നിർബന്ധിച്ച് വിഷം കൊടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആ വീട്ടിലുള്ളപ്പോൾ കാണാറില്ല? ആ വീട്ടിലല്ല ഞാൻ. അവർ ആദ്യം കല്യാണം കഴിഞ്ഞതും അല്ല. ഞങ്ങൾ പോയി ഈ കൊച്ചിനെ ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ അവൻ്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവരാദ്യം കല്യാണം കഴിച്ച് തരില്ല, മോന് പ്രായം കൂടിയവരായിപ്പോയി, അവനിക്ക് വീടില്ല എന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ പ്രശ്നം അവർക്ക്. അഷ്കർ ഇത്തരത്തിൽ ശാരീരികമായി ബാക്കിയുള്ളവർ ഉപദ്രവിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ വിലക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആദ്യത്തെ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി. ഇപ്പോൾ ഈ കുഞ്ഞിന് 91 മുറിവ് പെട്ടെന്നൊരു മാസം കൊണ്ട് ഉണ്ടായതാണ്, 1.5-2 മാസത്തിനിടയിൽ ഉണ്ടായതാണ്. ഈ സമയത്തൊന്നും നിങ്ങൾ അറിയുന്നില്ല ഇത്തരത്തിൽ ഈ അഷ്കർ ഈ കൊച്ചിനെ അടിക്കാറുണ്ടെന്നും ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ സംഭവിച്ചൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല? ആദ്യ ഭാര്യയ്ക്ക് ഇങ്ങനെ അടിക്കും എന്നുള്ളത് എനിക്കറിയില്ല. അയൽവക്കക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മളവിടെ പോവാറില്ല. ആരുടെ തിരക്കിയാലും പറയാം. ഇവർ 2 വീട് മാറി താമസിച്ചിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല. ഒരു ദിവസം ഞാൻ ഇതേപോലെ ഇവളെ മോനുമായിട്ട് അടികൂടി അവളെ വീട്ടിൽ പോയി നിന്ന്, പാലോട് പോയി നിന്ന്, ആ കൊച്ചു നിന്നിട്ട് തിരിച്ചു വന്നതായ സമയത്ത് ഞാൻ അവിടെ പോയി. എൻ്റെ 2 തുണികളൊക്കെ വാരിക്കെട്ടി ഞാൻ അവിടെ പോയിട്ട് 2 ദിവസം നിൽക്കാമെന്നും പറഞ്ഞ് പോയപ്പം ഞാൻ കട്ടിലിൽ കിടക്കുകയായിരുന്നു. നീ പിന്നും വന്നാ ഇവിടെ സമാധാനം തരാതെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവളെൻ്റെ ശരീരത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് എന്നെ കത്തിക്കാൻ വരെ ഒരുങ്ങി. ആ പെറ്റീഷൻ ഞാൻ നെടുമങ്ങാട് സ്റ്റേഷനിൽ ഇപ്പോഴും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അവിടെ തിരക്കുന്നുണ്ട്. നേരെ നെടുമങ്ങാട് സ്റ്റേഷനിൽ പോയപ്പോൾ അവരെൻ്റെ ശരീരത്തിലെ മണ്ണെണ്ണയും നാറ്റവും എല്ലാം കണ്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വിട്ട് അവിടെ നിന്നാണ് ഡോക്ടർ എന്നെ നോക്കിയിട്ട് മോളടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വന്നെന്ന് കേട്ടപ്പം മോള് ഓട്ടോയിലാണ് വന്നതെന്ന് പറഞ്ഞ് ഇവരെ കൊണ്ടുപോയി ശരീരം മുഴുവനും കഴുകി വൃത്തിയാക്കി ഇവർക്ക് വേറെ ഡ്രസ്സും വാങ്ങിച്ച് കൊടുത്ത് വേണം കൊണ്ടുപോകാനെന്നും പറഞ്ഞ് എന്നെ രാത്രി എൻ്റെ മരുമോളും എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ട്. അതിൽ പങ്ക് എൻ്റെ മോൻ നോക്കിക്കൊണ്ട് വരെ ഇരുന്ന്. എൻ്റെ മോനും അതിനൊരു പങ്കുണ്ടായിരുന്നു. എൻ്റെ മോൻ നോക്കിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ള കാര്യം അറിയില്ല. അവസാനമായിട്ടൊരു ചോദ്യം കൂടി ചോദിച്ചു. അഷ്കറിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ കുട്ടിയെ മർദ്ദിക്കുന്നതും ഭാര്യയെ മർദ്ദിച്ചതും ഒരു കൊലപാതകത്തിലേക്ക് എത്തിയത് വരെ നിങ്ങൾ അതിനെങ്ങനെ കാണും? അത് അവൻ ചെയ്തത് തെറ്റ് തന്നെ ഞാൻ പറയുന്നുണ്ട്. അവൻ അങ്ങനെ ചെയ്തത് തെറ്റ് തന്നെ, അത് തെറ്റല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ മൂത്ത ഭാര്യയെന്ന് പറയുന്ന ആ കൊച്ചിന് ബ്രെയിൻ ട്യൂമറായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചാന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ അന്വേഷിച്ച് നമ്മൾ ആ മെഡിക്കൽ കോളേജ് ചികിത്സയിലുള്ള സ്ഥലത്തും പോയിട്ടുണ്ട്. ആ കുട്ടിയെ തല വെച്ചിടിച്ച കോമയിലേക്ക് പോയതെന്നാണ് ഡോക്ടർമാർ അടക്കം പറയുന്നത്. ബ്രെയിൻ ട്യൂമറായിരുന്നു ആ കുട്ടിക്ക്. അറിയാമെന്നുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴും അവർ ഇതിൽ കൂടെ സുഖയില്ല, ക്യാൻസർ പേഷ്യൻ്റാണെന്നും പറഞ്ഞ് അവർ സഹായത്തിന് വേണ്ടി അവർ ഒരുപാട് സഹായങ്ങളും. അങ്ങനെ ഇല്ലെങ്കിൽ എങ്ങനെയാണ് മോനെ പൈസ ഇങ്ങനെ സഹായത്തിന് വേണ്ടി പത്രത്തിലും ഇതിലൊക്കെ എങ്ങനെ കൊടുക്കുന്നത്?
ആ കുട്ടിക്ക് ആ അസുഖമില്ലെങ്കിൽ. നിങ്ങളിപ്പോഴും പറയുന്നത് ഈ അഷ്കർ ഈ ചെയ്തു എന്നുള്ളതല്ല, അഷ്കറിൻ്റെ ഈ ഒരു പ്രവൃത്തി നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അഷ്കറിനെ കുറിച്ച് അന്വേഷിക്കാറില്ല, ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ആദ്യ ഭാര്യ മർദ്ദിച്ചോ എന്ന് അറിയത്തില്ല എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. അങ്ങനെ ഞാൻ തീർത്ത് പറയുന്നില്ലല്ലോ. കുഞ്ഞിനെ അടിക്കുന്ന ഞാൻ കണ്ടെന്ന് ഞാൻ പറയല്ലേ. അടിക്കുന്നതിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാണോ അടിക്കുന്നത്? കാരണങ്ങൾ എന്തെന്ന് കേട്ടാൽ എനിക്കറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ കൂടുതലും അടിക്കുന്നത് ആഹാരം കഴിക്കണില്ല. ഇവൻ എന്തുകൊണ്ട് ആഹാരം കൊടുത്താൽ ഇവൻ കഴിക്കാത്ത എന്ന് കേട്ടാണ് അടിക്കണത്. അങ്ങനെയാണ് അടി തുടങ്ങുന്നത്. അതും അവളും അങ്ങനെ തന്നെ പറയും, ഇവന് ആഹാരം കഴിച്ചു കൂടാത്തത്, ഇവൻ ഇങ്ങനെ ആഹാരം കഴിക്കാതെ ഇങ്ങനെ കിടന്ന് വിളിക്കണം എന്തിന്. ആഹാരം കഴിക്കാത്തതിന് അടിക്കുന്നതിന് 91 മുറിപ്പാടൊക്കെ വരും. അത് അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഉള്ളപ്പോൾ ഒന്നും ഇത്രയും മുറിപ്പാടൊന്നും ഞാൻ കണ്ടിട്ടുമില്ല. എനിക്ക് അറിയുകയുമില്ല. ഞാൻ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഞാൻ രാവിലെ ഇറങ്ങി പോകുമ്പോഴും ആ കുഞ്ഞ് ഉറങ്ങിക്കിടക്കണ കണ്ടിട്ടാണ് ഞാൻ ഇറങ്ങിപ്പോണത്. വീട്ടിൽ എന്നിട്ട് ഞാൻ കാപ്പി ഉണ്ടാക്കി വെച്ച് ദോശയും ഉണ്ടാക്കി തലേ ദിവസം വെച്ചിട്ട് ഇറച്ചിയും എടുത്ത് അനത്തി വെച്ച് വീട്ടിനകം തൂത്ത് വൃത്തിയാക്കി പാത്രങ്ങളും കഴുകി പറക്കി ഒതുക്കി എല്ലാം വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് പോകുന്നത്. വെള്ളിയാഴ്ച രാവിലെ കണ്ടവരുണ്ട്, അവിടെ കരിക്കുഴി പോയി ഇരുന്നാൽ അറിയാം. 10:45 ബസ്സിൽ ആണ് ഞാൻ കയറിപ്പോയത്, നെടുമങ്ങാട് ബസ്സിൽ, കരിക്കുഴി ജംഗ്ഷനിൽ നിന്ന്. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയില്ല മോനെ. എൻ്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഇനി ഒരു ഉത്തരവും പറയാൻ എനിക്കറിയില്ല. എപ്പോഴെങ്കിലും നിങ്ങൾ അഷ്കറിനോട് പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനെ അടിക്കരുത്, അതിൻ്റെ യഥാർത്ഥ അച്ഛനോ അല്ലെങ്കിൽ ആ വീട്ടുകാർക്കോ കൊടുക്കണമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞു? ഞാൻ പലതവണ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞ് അവൻ കേട്ടില്ല. ഞാൻ പറഞ്ഞായിരുന്നു, അവളെ അമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് അവൾ തന്നെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് അഖില പറയുമായിരുന്നു, പിന്നെ അമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തിന് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മാമി എന്നെ നോക്കിയോളൂ, ഇവിടെ നിർത്തിയിട്ട് പോട്ടെ എന്നൊക്കെ ഇവൻ ചോദിക്കുമ്പോൾ ഞാൻ പറയും, എന്നെ കൊണ്ട് നോക്കാൻ പറ്റൂല, എനിക്ക് അവനെ എടുത്തുകൊണ്ട് നടക്കാനും നോക്കാനും ഒന്നിനും എന്നെ കൊണ്ടാവതില്ല. നീ ഒരു കാര്യം നീ അവനും കൂടെ അടിക്കണേ എന്തിന്? അടിക്കണേയും കാലം നീ ഒരു കാര്യം നീ അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ആദ്യം ഇവൾ സമ്മതിച്ചിട്ട് പിന്നീട് ഇവൾ പറഞ്ഞ് അത് ഞാൻ കൊടുക്കൂല മാമി. അതെന്ത് മോളെ എന്ന് ഞാൻ കേട്ട് അതെന്ത് മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ എൻ്റെ അടുത്ത് പറയും, അവൻ്റെ അച്ഛൻ്റെ അമ്മയും വീട്ടുകാരും പറഞ്ഞെന്ന് അവൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ്. എന്നിട്ട് ഡാൻസ് പരിപാടിക്ക് ഉള്ള ഒരു അനു എന്ന് പറയും, അവരാണ് ഇതിനെല്ലാം ഈ സംബന്ധം അഖിലയുമായിട്ട് അഷ്കറുമായിട്ട് മുട്ടിച്ചു കൊടുത്തതും ഈ സംബന്ധം നടത്തി കൊടുത്തതും എല്ലാം. ഞങ്ങൾക്ക് ആർക്കും ഇതിൽ ഒരു പങ്കുമില്ല. പിന്നെ ഇവർ വീട്ടിൽ കൊച്ചിനെയും കൊണ്ട് എടുക്കുകയൊക്കെ ചെയ്ത് ഒരു ദിവസവും വന്ന് പകൽ മുഴുവൻ ഇരുന്നിട്ട് അവർ രാത്രിയായപ്പം പോയി. എന്നിട്ട് പിറ്റേ ദിവസം അതേപോലെ ഇങ്ങനെ വന്ന് അങ്ങനെ ആയപ്പോൾ ഇവളും അവനും കൂടെയാണ് വാടക കൊടുക്കണത്. ലാസ്റ്റ് ഇവളടുത്ത് പറയും, ഞാനും കൂടെ വാടക കൊടുത്തല്ലേ കിടക്കണത്, അതുകൊണ്ട് അവൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ വിളിക്കുമ്പോൾ അത്രയും മോളെ ചോദിക്കുക, അഖിലെ വീട്ടിൽ പോയാടി, നീ അഖിലെ വീട്ടിൽ പോയ? ഇല്ല അമ്മ ഇവിടെ ഉണ്ട് എന്ന് എൻ്റെ മോളെ എൻ്റെ അടുത്ത് പറയും. അങ്ങനെ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ അനു എന്ന് പറയുന്ന പെണ്ണിൻ്റെ അടുത്ത് വരെ ഞാൻ മോളെ വീട്ടിൽ പോയപ്പോൾ ആ പെണ്ണിനെ വിളിച്ച് വീട്ടിൽ ഇരുത്തിട്ട് ഞാൻ പറഞ്ഞു, അനു നീ ഒരു കാര്യം ചെയ്യണേ, ഈ കൊച്ചിനെ ഇവിടുന്ന് അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ആർക്കെങ്കിലും നീ കൊടുക്കണം, കൊച്ചിനെ നീ ഇവിടെ നിർത്തരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അഖിലേരിയയിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പലതവണ കൊടുക്കണം, നീ ഇവിടെ നിർത്തരുത്, നിനക്കും ഇഷ്ടമില്ല അവനും ഇഷ്ടമില്ല, പിന്നെ എന്തിന് നീ കൊച്ചിനെ ഇവിടെ നിർത്തണമെന്ന് ഞാൻ പലതവണ കേട്ടിട്ടുണ്ട്. അഖിലയും ഉപദ്രവിക്കുന്നുണ്ട്, അവൻ മാത്രമല്ല. എന്തായാലും ഈ കുഞ്ഞിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അഷ്കറിൻ്റെ കുടുംബത്തിന് പറയാനുള്ളതാണ് നമ്മൾ കേട്ടത്. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.